ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം എന്ന് കോടതി ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ നൽകിയത് വേണ്ടത്ര തെളിച്ചമില്ലാത്ത രേഖകളാണ്. കാരണം ബോണ്ടുകൾ വാങ്ങിയ കമ്പനികൾ, ഒപ്പം പൈസ കിട്ടിയ രാഷ്ട്രീയ പാർട്ടികൾ, ആരാർക്ക് നൽകിയെന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നില്ല. സുപ്രീം കോടതി കുറച്ചുകൂടി കടുപ്പിച്ച് സീരിയൽ നമ്പർ അടക്കം കൊടുത്തതാർക്ക്, കിട്ടിയതാർക്ക് തുടങ്ങിയിട്ടുള്ള കിട്ടിയതാർക്ക് പോലെയുള്ള വിശദാംശങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്നലെ ഇപ്പോൾ അതെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പണം വാങ്ങിയത് സ്വാഭാവികമായും BJP ആണ് നമ്മൾ കാണുന്നു. BJP പല കേന്ദ്രങ്ങളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ വിവരങ്ങളിപ്പോൾ പുറത്തു വരികയാണ്. മറ്റ് കക്ഷികൾക്കുണ്ട്, തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ അതിൻ്റെ പിന്നിൽ തന്നെ പണം വാങ്ങിയ കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും ഒരേപോലെ പണം കൊടുത്ത കമ്പനികളുണ്ട്. ഇപ്പോൾ സൊഹ്റാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിലെ പ്രതി 20 കോടി കൊടുത്ത കണക്കുണ്ട്. അങ്ങനെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പണം കൊടുക്കലിൻ്റെ കണക്കുകളുണ്ട്. വ്യക്തികൾ കൊടുത്തത്, സ്ഥാപനങ്ങൾ കൊടുത്തത്. BJP ആണ് എല്ലാത്തിൻ്റെയും മേജർ ബെനിഫിഷ്യറി എന്ന് കാണാൻ പറ്റും. അജ്മൽ, ഇത് പുറത്തു വരുമ്പോൾ BJP വൻതോതിൽ ശതകോടികൾ വാങ്ങിച്ചു കൂട്ടിയതിൻ്റെ കണക്ക് പുറത്തു വരുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. അഴിമതിയെക്കുറിച്ചും ധനസമാഹരണത്തെക്കുറിച്ചുമൊക്കെ വിശുദ്ധവാചകം പറയുന്ന BJP ഇങ്ങനെ പണം വാങ്ങിക്കൂട്ടി എന്നത് ഒന്നാമത് ഇന്ത്യയിൽ ആ നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? രണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ BJPക്ക് അതിൽ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ? അഴിമതി BJP അഴിമതി കാണിച്ചു എന്നുള്ളത് BJPക്ക് ഒരു പ്രശ്നമാകാൻ പോകുന്നില്ല. കാരണം അഴിമതി എന്നുള്ളത് BJPയുടെ ഒരു അഴിമതി വിരുദ്ധത BJPയുടെ ഒരു മുദ്രാവാക്യമൊന്നും ആയിരുന്നില്ല. എന്ന് മാത്രമല്ല, പാർട്ടി വിത്ത് ഡിഫറൻസ് എന്നാണ് അവർ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു 20 വർഷം മുമ്പ് വാജ്പേയിയുടെ കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വ്യത്യസ്തമായൊരു പാർട്ടിയാണ്, കോൺഗ്രസ് മാതിരിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് അവർക്ക് അങ്ങനെ ആ ഒരു മുദ്രാക്കി അവർ ഉപേക്ഷിച്ചതാണ്. ഞങ്ങൾ അങ്ങനെ വ്യത്യസ്തയൊന്നുമില്ല, ഞങ്ങൾ ഇതുപോലെയൊക്കെ തന്നെയാണ് എന്നാണ് പറയുക. അല്ലാണ്ട് അഴിമതി നടത്തി എന്നുള്ളത് BJPയെ സംബന്ധിച്ചൊരു പ്രശ്നമൊന്നുമല്ല. അവർ പണം വാങ്ങുന്നുണ്ട് എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊരു അത്ഭുതമുണ്ടാക്കുന്ന കാര്യമോ. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അഴിമതി നടത്തിയെന്ന് പറയുന്ന പോലെ ഒരു എക്സ്ക്ലമേഷൻ BJP അഴിമതി നടത്തിയെന്ന് പറയുമ്പോൾ BJPയെ കുറിച്ച് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം BJP അഴിമതി നടത്തില്ല എന്ന് അവർ പറയാറില്ല. ഇതിലെ പ്രശ്നം അതല്ല. ഈ ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങി എന്നുള്ളതല്ല പ്രശ്നം. ഇതൊരു തരത്തിലുള്ള എക്സ്റ്റോർഷൻ ആണെന്നുള്ളതാണ് പ്രശ്നം. ആരിൽ നിന്ന് വാങ്ങി, എത്ര പേര് വാങ്ങി എന്നുള്ളതല്ല കുഴപ്പം. ഇതെങ്ങനെ വാങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒന്ന് ആലോചിക്കുക, 3 മാർഗ്ഗങ്ങൾ ഓൾറെഡി ഇപ്പോൾ മുമ്പിലുണ്ട്. നേർക്ക് നേരെ പാർട്ടികൾക്ക് ഫണ്ട് വാങ്ങാം, നേർക്ക് നേരെ ഫണ്ട് വാങ്ങാം. മറ്റൊന്ന് ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴി വാങ്ങാം, മറ്റൊന്ന് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി വാങ്ങാം. ഇപ്പോൾ ഇലക്ട്രൽ ട്രസ്റ്റ് വഴി തന്നെ ഈ മേഘ ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പോൾ മുമ്പ് പറഞ്ഞില്ലേ, ആ കമ്പനി, അതായത് BJPക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്ത കമ്പനി, അല്ലാതെ തന്നെ ഇലക്ട്രൽ ട്രസ്റ്റ് വഴി പണം കൊടുത്തിട്ടുണ്ട്. അത് ഇലക്ട്രൽ ട്രസ്റ്റുകൾക്ക് പണം കൊടുത്ത് ആ വഴി BJP കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഡയറക്റ്റ് BJP ഫണ്ട് കൊടുത്ത ഏറ്റവും വലിയ കമ്പനിയാണ് മേഘ. ഈ മേഘ തന്നെയാണ് BRSനും പണം കൊടുത്തത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മേഘയെ ടാർഗറ്റ് ചെയ്യുന്നത്? കാരണം BRS പോലൊരു കമ്പനിക്ക് ഇവർ ധാരാളമായി പണം ഒഴുക്കുന്നുണ്ട്. അവർ NDA സഖ്യത്തിലില്ല, എന്നാൽ അവരെ പുറകെ കൂടി കളയാം എന്ന് അമിത്ഷാജിക്ക് തോന്നുവാണ്. അങ്ങനെ ED പറഞ്ഞയക്കുന്നു, നിരന്തര റെയ്ഡ് നടക്കുന്നു. റെയ്ഡ് നടക്കുന്തോറും BJPയിലേക്ക് ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് DMKക്ക് സാന്റിയാഗോ മാർട്ടിൻ പണം കൊടുക്കുന്നുണ്ട് എന്ന് അമിത്ഷാജിക്ക് മനസ്സിലായി. അവിടേക്ക് ED പറഞ്ഞയക്കുന്നു, എന്നാൽ ഞങ്ങൾക്കും പോരട്ടെ കുറേ. ഇത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേ ലിക്വർ സ്കാം അഴിമതിയിൽ നിലവിൽ മാപ്പുസാക്ഷിയായ ഒരാൾ 5 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ, ഇയാളുടെ വീട്ടിലും റെയ്ഡ് നടത്തി ഇയാളെ പ്രതിയാക്കി, FIRൽ പ്രതിയാക്കിയതിന് ശേഷമാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, പോയിട്ട് ഇലക്ട്രൽ ബോണ്ട് വഴി 5 കോടി രൂപ BJP സംഭാവന ചെയ്യുന്നത്. ഒരു റെഡ്ഡി, ഈ സൗത്ത് ഗ്യാങ് എന്ന് പറയുന്നത് റെഡ്ഡിയാണ്. അപ്പോൾ ഈ റെഡ്ഡി 5 കോടി കൊടുത്ത ഉടനെ തന്നെ അദ്ദേഹം ആ കേസിൽ മാപ്പുസാക്ഷിയെ. ഇത് പച്ചയ്ക്കാണ്, ഇത് പകൽ പോലെ വ്യക്തമാവുകയാണ് ഇപ്പോൾ. അതായത് ഒരു കേസിൽ FIR പ്രതിയായിരുന്നയാൾ 5 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുക്കുമ്പോൾ അയാൾ മാപ്പുസാക്ഷിയായി മാറുന്നു. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്ത് മുഴുവൻ എന്താണ്, ഒരു തരത്തിലുള്ള എക്സ്റ്റോർഷനാണ്. അത് അഴിമതി എന്നല്ല പറയാൻ കഴിയും, അത് പിടിച്ചുപറിയാണ്. അത് ആരുടെ കയ്യിൽ നിന്നായാലും. ഇപ്പോൾ ഭാരതി എയർടെൽ കമ്പനി എന്താണ്, എയർടെൽ കമ്പനിക്ക് വലിയ തോതിൽ 6000 കോടി രൂപയുടെ ഒരു ടാക്സ് അടയ്ക്കേണ്ട ഒരു കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് അത് ഒഴിവാക്കി കൊടുത്തത്. ആ ടാക്സ് വേണ്ട എന്നുള്ള ഇതിൽ. കാരണം ഡൽഹി ഹൈക്കോടതി അതിൽ 6000 കോടി അവരോട് അടയ്ക്കുമെന്ന് പറഞ്ഞാണ്. ഭാരതി എയർടെല്ലാണ് ഏറ്റവും വലിയ ഇലക്ട്രൽ ട്രസ്റ്റ് വഴി BJP പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രൽ ബോർഡിൽ അവർ നന്നായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക കമ്പനികളും ഏതെങ്കിലും തരത്തിൽ എന്താണ് പണം കൊടുക്കേണ്ടി വരികയോ അങ്ങനെ ബാധ്യത പ്രയോഗിച്ചേണ്ട സ്ഥലത്ത് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നു. അത്തരം കാര്യങ്ങളിൽ നിന്ന് അവർ അത് ഒഴിവാകുന്നു എന്നുള്ളതാണ്. അതായത് ഒരു തരം പിടിച്ച് പറയാൻ നടക്കുന്നത്. അഴിമതി എന്ന് പോലും പറയാൻ കഴിയില്ല. അഴിമതി യഥാർത്ഥത്തിൽ എവിടെയാണ് നടക്കുന്നത്? ഈ സർക്കാരിൻ്റെ കാലത്ത് അഴിമതി യഥാർത്ഥത്തിൽ നടക്കുന്ന അദാനി വഴിയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചല്ലോ, ആ 20,000 കോടി ആരുടേതെന്ന് ഒരു ചോദ്യം ഉന്നയിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കിയത്. ഏത് 20,000 കോടിയെ പറ്റിയാണ് പറയുന്നത്? സീഷെൽസ് വഴി, അതായത് അദാനിയുടെ സഹോദരൻ വിനോദ് അദാനി ദുബായിൽ ഇരുന്നു കൊണ്ട് സീഷെൽസ് അതുപോലുള്ള ഇത്തരത്തിലുള്ള ടാക്സ് ഹാവൻ വഴി ഇന്ത്യയിലേക്ക് പമ്പ് ചെയ്യുന്ന ആ പണത്തിൻ്റെ കണക്കിൽ ഒരു 20,000 കോടി ഉണ്ട്. ആ 20,000 കോടി ഒരു UAE പൗരൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് വരുന്നത് പറയുന്നു. അത് രാഹുൽ ഗാന്ധി കൃത്യമായ വിവരം കിട്ടുകയാണ്. ആ 20,000 കോടി
അദാനി BJP കൊടുക്കുന്ന പണമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ആ പണം ആരുടേതെന്ന് ചോദിക്കുന്നത് അത് ഇവിടുന്ന് BJP തന്നെ പുറത്തേക്ക് വിട്ട് തിരിച്ച് കൊണ്ടുവരുന്ന പണം തന്നെയാണ് എന്ന് ബോധ്യത്തോടെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ട 6000 കോടിയൊന്നും ഒന്നുമല്ല. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി 6000 കോടി കിട്ടി, അല്ലെങ്കിൽ ഇലക്ട്രൽ ട്രസ്റ്റ് വഴി 1000 കോടി കിട്ടി, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ വഴി 500 കോടി കിട്ടി, അത്രയും രൂപയൊന്നും അല്ലല്ലോ ചെലവഴിക്കുന്നത്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് ഇന്ത്യ മുഴുവൻ ചെലവഴിച്ചത് 27,000 കോടി രൂപയാണെന്നാണ് അനൗദ്യോഗിക കണക്ക്. 27,000 കോടി രൂപ. ഒന്നും വേണ്ട. അപ്പം ഒരു മണ്ഡലത്തിൽ 2 കോടി രൂപയെങ്കിലും മുടക്കുകയാണെങ്കിൽ മൊത്തം എത്ര, ഈ 520 മണ്ഡലങ്ങളിൽ എത്ര പൈസ മുടക്കേണ്ടി വരും? അല്ലെങ്കിൽ അപ്പോൾ 27,000 കോടി രൂപ മുടക്കണമെങ്കിൽ അത്രയും പൈസ, അതിൻ്റെ ഒരു ഇരട്ടി പൈസയെങ്കിലും ഉണ്ടെങ്കിൽ 27,000 കോടി മുടക്കാൻ പറ്റുമോ? അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചാൽ ഈ 20,000 കോടിയുടെ കണക്ക് അത് ഏത് അക്കൗണ്ട് വരും? അത് ആരന്വേഷിക്കും? ആ 20,000 കോടിയെക്കുറിച്ച് ആരന്വേഷിക്കും? അത് ഏത് വഴിയാണ് വരുന്നത്? ഏത് ബാങ്കിലൂടെയാണ് വരുന്നത്? BJPയുടെ ഏത് അക്കൗണ്ടിലേക്കാണ് ആ പണം വരുന്നത്? ഇതിപ്പോൾ BJP എന്ന പാർട്ടിയുടെ അക്കൗണ്ടിലുള്ള പണമല്ലേ? ഈ കള്ളപ്പണം സൂക്ഷിക്കുക BJPയുടെ പാർട്ടി അക്കൗണ്ടിലായിരിക്കില്ലല്ലോ. 27,000 കോടി രൂപ 2019 മുടക്കിയെങ്കിൽ ഈ കുറി അവർ 40,000 കോടി മുടക്കുന്നുണ്ടാവും BJP. ആ 40,000 കോടി രൂപ BJPയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് മുടക്കുന്നതായിരിക്കുമോ? അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല. ഇത് മഞ്ഞുമലയുടെ ഒരു തുമ്പ് മാത്രമാണ് ഇലക്ട്രൽ ബോണ്ടും ഇലക്ട്രൽ ട്രസ്റ്റുകളും ഡയറക്റ്റുള്ള ക്യാഷ് ട്രാൻസ്ഫറും ഒക്കെ മഞ്ഞുമലയുടെ തുമ്പാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ച 20,000 കോടി അത് 20,000 കോടി മാത്രമാണോ ഉള്ളൂ? അതല്ല ഇനി വേറെയും വരാനുണ്ടോ? അതൊക്കെ എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്? ഇത് ആരന്വേഷിക്കാൻ? ഇപ്പോൾ BRSൻ്റെയും DMKയുടെയും കോൺഗ്രസിൻ്റെയും അക്കൗണ്ട് മരവിപ്പിക്കാനും അവരുടെ വീട്ടിൽ റെയ്ഡ് ചെയ്യാനും ED ഇതുണ്ട്. BJPയുടെ ആരെങ്കിലും അന്വേഷിക്കണ്ടേ? ഈ പണം എവിടെ വെച്ചിട്ടുണ്ടെന്ന് അറിയണ്ടേ? ഇതെങ്ങനെ ചെലവഴിക്കുന്ന ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ട്? ആരന്വേഷിക്കാൻ? അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. ദാവൂദ് സാഹിബ്, ഇതിനകത്തൊരു പ്രശ്നത്തോടെ നമുക്ക് നോക്കി ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും, വലിയ തോതിലുള്ള പൈസ ചോർത്തുന്ന പരിപാടിയാണ്. പക്ഷേ സുപ്രീം കോടതിക്ക് ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് അവർ നിരോധിക്കുന്നു, ഡീറ്റെയിൽസ് തരുമെന്ന് പറയുന്നു. ഇനി വേണ്ടത് ഇൻവെസ്റ്റിഗേഷനും പരിശോധനയൊക്കെയാണ്. അത് തൽക്കാലം നടക്കില്ല എന്നൊരു ദുരന്തത്തിന് മുമ്പിലാണ് നമ്മളുള്ളത്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കാനുള്ള എന്തെങ്കിലും നിയമപരമായ കാരണവും വേണ്ടേ? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ളൊരു കാര്യമാണ്. സുപ്രീം കോടതി വിധി വരുന്നത് വരെ നിയമപരമായിട്ടുള്ള കാര്യമാണ്, നിയമപരമായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ അജംസ് വിശദീകരിച്ചത്. ഇപ്പോൾ നിഷാദ് ഒരു കമ്പനി നടത്തുന്നു. നിഷാദിൻ്റെ കമ്പനിയെ വട്ടമിട്ട് ഇങ്ങനെ കറങ്ങുകയാണ്. നിഷാദ് രക്ഷപ്പെടാൻ എന്ത് ചെയ്യുന്നു? ഒരു 100 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്തേക്കാം, അല്ലെങ്കിൽ ഒരു 1000 കോടിയുടെ എടുത്തേക്കാം. ഇതൊക്കെ കോടിയുടെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആ ED പതുക്കെ പിന്മാറുന്നു. ED അടുത്ത ഡെസ്റ്റിനേഷൻ പോകുന്നു, അവിടെ ഇങ്ങനെ ചുറ്റിക്കളിക്കുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങനെയാണല്ലോ പരിപാടി. അപ്പോൾ ഇത് ED ഒരു സ്ഥലത്ത് പരിശോധന നടത്തുന്നു. അത് നിയമവിരുദ്ധമായ കാര്യമാണോ? അത് രാജ്യത്തൊരു ഏജൻസി അവരവരുടെ ജോലി നിർവഹിക്കുകയല്ലേ. എന്താണ് കർത്തവ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കർത്തവ്യം ഇങ്ങനെ നിർവഹിക്കുകയാണ്. അപ്പോൾ അവരവരുടെ കർത്തവ്യം നിർവഹിക്കുന്നു, അമിത്ഷായുടെ കർത്തവ്യം നിർവഹിക്കുന്നു. അങ്ങനെ ഇതൊക്കെ നിയമപരമായിട്ടുള്ള പിടിച്ചു പറയുകയാണ്. വെറും പിടിച്ചു പറയുക, ലീഗൽ എക്സ്റ്റോഷനാണ് യഥാർത്ഥം നടന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കി ഒരു നിയമത്തിൻ്റെ ഒരു ഫ്രെയിം എല്ലാ കാര്യങ്ങൾക്കും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഡെമോളിഷൻ. അതെ, അതിന് ചോദിക്കാൻ ആളില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന വാർത്ത കണ്ടില്ലേ, ഡെമോളിഷൻ പറഞ്ഞപ്പോഴാണ് ഒരു ചങ്ങായി ഈ മധ്യപ്രദേശിൽ പിന്നെ പോലീസിനെതിരെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇമ്രാൻ എന്നിട്ട് പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ്റെ വീട് പൊളിക്കുന്നുണ്ട്. ഇവർ പോയിട്ട് പിന്നെ ബുൾഡോസർ പോയിട്ട് കല്ലെറിഞ്ഞു എന്നുള്ളതാണ് ഇവനെതിരെയുള്ള കേസ്. ഇവന് 2 കയ്യുമില്ലടെ. ഇവന് 2 കയ്യുമില്ല. 2 കൈയും എത്രയോ വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ട് 2 കൈപ്പത്തില്ലാത്ത മനുഷ്യനാണ്. ഇവൻ്റെ വീട് അതിൽ നിയമം പോട്ടെ, അത് മധ്യപ്രദേശിൽ. അപ്പോൾ ഈ നിയമപരമായിട്ടുള്ള എക്സ്റ്റോഷൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വീണ്ടും ഞാൻ പറയുന്നു, നിയമപരമായി BJPയെ ഞാൻ പറയുന്നത് ഈ EDയെ വെച്ച് കളിക്കുന്ന പോലെ യഥാർത്ഥത്തിൽ തന്നെ നിയമപരമായി RSS BJP അതിൻ്റെ ഏറ്റവും ടോപ്പ് ലീഡർഷിപ്പിനെ തന്നെ ഫ്രെയിം ചെയ്യാൻ കിട്ടിയ അസുലഭമായ സന്ദർഭങ്ങൾ UPA ഭരണകാലത്തുണ്ടായിരുന്നു. അന്ന് കൈകെട്ടി നിന്നവർ അല്ലെങ്കിൽ ഒഴിവാക്കി കൊടുത്തവർ അവരാണിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഭരണാധികാരം ഉണ്ടായിരുന്നപ്പോൾ ചെയ്യാൻ കഴിയാത്തതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ടാവും ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ അതിൻ്റെ ഇരകളാക്കപ്പെട്ട മനുഷ്യർ. ഒരു സംഗതി ഉള്ളത്, വലിയ തോതിലുള്ള പിടിച്ചുപറി നടന്നു എന്നതാണ്. നമ്മൾ നിസ്സഹായർ പക്ഷേ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ.